ഉത്തരവാദിത്വത്തോടെ ഒരു പരീക്ഷ നടത്താൻ കഴിയില്ലേ? നീറ്റ്, നെറ്റ്, UG, ഇപ്പോൾ CBSE പരീക്ഷയും. കഴിവുകേടുകളുടെ നീണ്ട നിര. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അടിമുടി അട്ടിമറിക്കുകയാണോ കേന്ദ്ര ലക്ഷ്യമെന്ന് തോന്നിപ്പോകുന്നത് പോലെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മനം നൊന്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുമ്പോഴും കരളലിയാത്ത ഒരു ഭരണകൂടം സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുന്നവരെ പ്രായം പോലും നോക്കാതെ പാകിസ്ഥാനി എന്നും രാജ്യദ്രോഹി എന്നും വിളിക്കാൻ കാണിക്കുന്നതിന്റെ പകുതി ആർജവം അതിനെ നവീകരിക്കുന്നതിൽ കാണിക്കാതെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളെ അരക്ഷിതാവസ്ഥയിലും അവഗണനയിലും മുക്കി താഴ്ത്തുകയാണ്. OSM രീതി നടപ്പിലാക്കിയാൽ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാം, മാർക്ക് കൂട്ടുന്നതിലെ പിഴവ് ഒഴിവാക്കാം, മൂല്യനിർണയത്തിനുള്ള ചിലവ് കുറയ്ക്കാം എന്നൊക്കെയായിരുന്നു CBSEയുടെ കണക്കുകൂട്ടലുകൾ എന്നിരിക്കെ മൂല്യനിർണയത്തിന്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എഴുതിയ പേപ്പറല്ല പല കുട്ടികൾക്കും കിട്ടിയത്. പല ആൻസർ ഷീറ്റുകളിലും 1-2 പേജുകൾ മിസ്സിംഗ് ആണ്. ക്ലാസ്സിലെ ടോപ്പ് ആയിരുന്ന കുട്ടികൾക്ക് പോലും 10, 20, 30 മാർക്കിന്റെ കുറവുകൾ. അടിമുടി തെറ്റുകളുടെ ഘോഷയാത്ര മാത്രമുള്ള ആൻസർ ഷീറ്റ്. റീവാലുവേഷന് കൊടുക്കാൻ അനുവദിച്ച CBSEയുടെ ഓൺലൈൻ പോർട്ടലുകളിലെ തടസ്സവും കുട്ടികളെ ഭയപ്പെടുത്താൻ പോകുന്നതാണ്. സാങ്കേതിക മേഖലയിൽ വളരെയധികം പരിചയമുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ TCSനെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മകളുടെ US ഗാർഡിയൻ ആയിരുന്ന രാധാകൃഷ്ണൻ ജയരാമൻ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ഹൈദരാബാദിലെ കമ്പനിയായ കോപ്റ്റ് എഡ്യൂടെക്കിന് ഓൺ സ്ക്രീനിൽ മാർക്കിംഗ് കരാർ നൽകിയതിലും മൂല്യനിർണയത്തിലും കനത്ത ക്രമക്കേടുകൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഉത്തരക്കടലാസുകൾ ഉയർന്ന നിലവാരത്തിൽ സ്കാൻ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയിൽ ഇളവ് വരുത്തി. സ്വന്തം ഡാറ്റാ സെന്റർ വേണമെന്നുള്ള വ്യവസ്ഥ നീക്കി. സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവഗണിച്ചു. 2025 ഓഗസ്റ്റിലെ കരാർ രേഖകളിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താം എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ സെപ്റ്റംബറിൽ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഡിസംബറിൽ ധൃതി പിടിച്ച് എന്തിനാണ് പരിചയ സമ്പത്തുള്ള അനേകം കമ്പനികൾ ഉള്ളപ്പോൾ ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്രയധികം ഇളവുകൾ നൽകി മൂല്യനിർണയം നൽകാൻ വിട്ടു നൽകിയത്? അതിന്റെ എന്ത് അത്യാവശ്യവും ആവശ്യകതയുമായിരുന്നു ഉണ്ടായിരുന്നത്? വീഴ്ച ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കമ്പനിയെ രക്ഷിക്കാൻ സർക്കാരിന്റെ ഒത്താശയോടുകൂടി നടന്ന നീക്കമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇത്തരത്തിൽ ഒരു പിഴവ് പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയതും കുട്ടികൾ തന്നെയാണ്, അല്ലാതെ സിസ്റ്റം അല്ല. തനിക്ക് ഉത്തരക്കടലാസ് മാറിയാണ് കിട്ടിയെന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് വേദാന്ത് ശ്രീവാസ്തവ ആദ്യമായി ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. പിന്നീട് സാർത്ഥക് സിദ്ധാർത്ഥ എന്ന കുട്ടി OSM കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ ചരിത്രം അന്വേഷിച്ചു പോയി. കോപ്റ്റിന് കരാർ കൊടുത്തപ്പോഴുള്ള ഇളവുകൾ പുറത്തു കൊണ്ടുവന്നത് നിസർഗാധികാരി എന്ന 17-കാരനാണ്. അങ്ങനെ സിസ്റ്റത്തിന് വെളിയിൽ നിൽക്കുന്ന നാളെയുടെ പ്രതീക്ഷകൾ തന്നെയാണ് ഈ പ്രശ്നം ഇത്തരത്തിൽ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം മാത്രമാണ് CBSE പിഴവ് സംഭവിച്ചു എന്ന കുറ്റസമ്മതം നടത്തിയത് പോലും. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി അഭേദ്യം ബന്ധമുള്ള ഒരു ദേശീയ സംവിധാനം എങ്ങനെയാണ് ഇത്ര ലാഘവത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്വന്തം കയ്യിൽ നിന്ന് വന്നിട്ടുള്ള വലിയ വീഴ്ചയ്ക്ക് കുട്ടികളെ തന്നെ മുതലാക്കിക്കൊണ്ട് പുനർമൂല്യനിർണയത്തിന് വലിയ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ തന്നെ പിഴിയുന്ന മുതലെടുപ്പാണ് CBSE ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവി ഇന്ത്യയെ വാർത്തെടുക്കേണ്ട യുവജനതയെ എല്ലാ തരത്തിലും അപമാനിക്കുകയും തളർത്തുകയും നിരാശരാക്കുകയും ചെയ്യുകയാണിത്. ഒരു സിസ്റ്റവും അതിന്റെ അധികാരികളും ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ രാജിവെച്ച് പുറത്തു പോവുക തന്നെ വേണമെന്നാണ് എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും പറയാനുള്ളത്.